ഞാൻ എന്നാ ചെയ്യാനാ? നല്ല കമൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചോ എന്നൊരു സംശയം. എന്ത് പാട്ടെ. അപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ഞാൻ വീണ്ടും വന്നല്ലോ നമ്മുടെ സ്ട്രേറ്റ് പാൻ ചലഞ്ചിൻ്റെ ബാക്കി ഭാഗവുമായിട്ട്. ഇന്നലെ ഞാൻ നമ്മുടെ സ്ട്രേറ്റ് പാൻ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോയും അപ്ലോഡ് ചെയ്ത് പൂർത്തിയാക്കി. എൻ്റെ കൂടെ ഒരുപാട് പേര് തയ്ച്ചു. നല്ലതായിരുന്നു എന്ന് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞു. ഞാൻ എന്നാ ചെയ്യാനാ? നല്ല കമൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചോ എന്നൊരു സംശയം. എന്ത് പാട്ടെ. അപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ കൊണ്ട് ഒരു സ്ട്രേറ്റ് പാൻറ്റോടെ ചെയ്യാനായിട്ട്, ഇതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കുറച്ചുകൂടി ലൂസായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഒരു കുറച്ചുകൂടെ ഷേപ്പായിട്ടുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റാണ്. ഇത് കുറച്ചുകൂടെ ചെറുപ്പക്കാർക്കൊക്കെ പിള്ളേർ സെറ്റിനൊക്കെ നല്ലതാണ്. ചെറുപ്പക്കാർക്കെന്നല്ല, നമ്മളിട്ടാലും ചെറുപ്പമാവും. അപ്പം നമുക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും ചെറുപ്പക്കാരെന്ന് പറയുന്നതിന് വിഷമിപ്പിക്കുന്നില്ല. നമ്മളിട്ടാലും ഇത് നല്ല ഭംഗിയായിരിക്കും. ഇത് തയ്ച്ചിട്ട് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം. അപ്പം നമുക്ക് ഇത് വെറും രണ്ട് വീഡിയോ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് കട്ടിങ് വീഡിയോയും നാളെ സ്റ്റിച്ചിങ് വീഡിയോയും ഇട്ട് തരും. അപ്പോൾ ഇതും നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യണം. 2 മീറ്റർ ക്ലോത്ത് ചെയ്ത് എടുത്തിട്ടുള്ളൂ. വീതിയുള്ള തുണിയല്ലിത്. ഇത് സാധാരണ തുണി, 44 ഇഞ്ചിൻ്റെ സാധാരണ തുണി 2 മീറ്റർ എടുത്തിരിക്കുന്നു. നമുക്കിത് കട്ടിങ് വീഡിയോയിലോട്ട് പോകാം. എന്നും പറയുന്ന പോലെ ഇനി ഓർമ്മിക്കണോ? പറയുന്നില്ല. ഓക്കെ. സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ പ്രിൻ്റുള്ളത്. നമുക്ക് ഈ ഡാർക്ക് കളറുള്ള ചുരിദാറിനൊക്കെ ഇടാനായിട്ട് നല്ലതായത്. അപ്പം നമുക്കിതിൻ്റെ മറുവശം ഞാനിങ്ങനെ എടുക്കുക. നിങ്ങൾ കണ്ടല്ലോ, മറുവശം എടുത്തിട്ട് മറുവശം എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ 2 സൈസിൽ തയ്ക്കാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇത് 2 മീറ്റർ തുണിയാണെന്ന് പറഞ്ഞില്ലേ. ഈ 2 മീറ്റർ തുണിയെയും നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഓരോ മീറ്റർ തുണിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇന്നലെ സ്ട്രേറ്റ് പാറ്റിന് മടക്കിയിട്ടില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി നമുക്ക് അളക്കാം. ഞാൻ അതിന് പകരം ഇത് മുറിക്കുന്നില്ല. മുറിക്കാതെ തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു പീസ് ഇവിടുന്ന് എടുക്കും, അടുത്ത പീസ് അവിടെ നിന്ന് എടുക്കും. അങ്ങനെ അല്ലേ, നമ്മൾ 4 പീസ് ഒറ്റ അടിക്കല്ലേ എടുക്കുന്നത്. അങ്ങനെ എടുക്കാതെ ഒരു പീസ് ഇവിടുന്നും ഒരു പീസ് അതിന് ശേഷം അതിന് ബാക്കി വരുന്ന ഭാഗത്തു നിന്ന് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കാരണം ഈ സൈഡ് ഓപ്പണിംഗ് ആണ്, ആ സൈഡ് ഓപ്പണിംഗ് ആണ്, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിന് ഓപ്പണിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ടും നമ്മൾ തുണി ഒരുപോലെ മടക്കിയിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്കിവിടെ നമ്മുടെ ഇന്നലത്തെ സ്ട്രേറ്റ് പാൻറ്റിനെ അപേക്ഷിച്ച് സ്വല്പം കൂടെ വ്യത്യാസമുണ്ട്. ഇച്ചിരി വ്യത്യാസമുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ എത്ര നീളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാവേ. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമല്ലോ. 39, 40 ഇഞ്ച്, കൃത്യം 40 ഇഞ്ച് ഇറക്കം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കുക, ഇത് കണ്ടോ ഒരു മടക്ക തുണിയാണ്. ഇവിടെ ഓപ്പണിംഗ് ആണ്. ഇതിലാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫ്രണ്ട് സൈഡ് വെട്ടുന്നത് കേട്ടോ. അത് ഓർത്തണം, ഫ്രണ്ട് സൈഡാണ് വെട്ടാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നലെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ തുറക്കേണ്ട ആവശ്യമുണ്ട്. ലാസ്റ്റ് കട്ട് ചെയ്യാം. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ 2.5 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ട് നമുക്ക് വരയ്ക്കാം. 2.5 ഇഞ്ച് കൊടുക്കാം. ഒരു പ്രശ്നമുണ്ട്, ഇത് കണ്ടോ, ഇതെല്ലാം ഒരേ കളറാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതായി പ്രിൻ്റഡ് തുണിയിൽ നമുക്ക് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാനിത് തൊട്ട് നോക്കട്ടെ. ബ്ലാക്കായി ഇത് വെച്ച് വരയ്ക്കുകയാണേ. 2.5 ഇഞ്ച് നമ്മൾ അളക്കുന്നു. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടല്ലോ നിങ്ങൾ, 2.5 ഇഞ്ച് ആദ്യമേ തന്നെ തുണിയിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ചെയ്തു. ഇവിടെ നിന്നാണ് നമുക്ക് ഇറക്കം എടുക്കേണ്ടത്. ഇവിടുന്ന് നമുക്ക് ഇറക്കം, ഇന്നലെ ഞാൻ സ്ട്രേറ്റ് പാൻറ്റ് തയ്ച്ചത് 36 അല്ല 37 അല്ലേ. നമുക്ക് അത്ര വേണ്ട. എനിക്ക് 37 എനിക്ക് വേണ്ട. എനിക്ക് ഇച്ചിരി കുറച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് 2.5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ 37 ഉള്ളൂ. ഞാനിത് 36 അടയാളപ്പെടുത്തുകയാണേ. 37 കൂടുതലാണ്, 36 മതി. ഒരു കാര്യം കൂടെ പറയട്ടെ,
ഇപ്പോൾ നിങ്ങളെ ഞാൻ മെഷർമെൻറ്റ് കാണിക്കുന്നത് 38 ഇഞ്ചിൻ്റെ സ്ട്രെയിറ്റ് പാൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 38 ഇഞ്ചിൻ്റെ അളവാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നത്. പക്ഷേ വെട്ടുമ്പോൾ ഞാനൊരു സ്വല്പം കൂടെ ലൂസിട്ട് വെട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 38കാർക്ക് ഇത് പ്രയോജനപ്പെടുകയും ചെയ്യും. ബാക്കിയുള്ളവർ അതനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അളവ് മാറ്റിക്കണം. ആദ്യം നമുക്ക് ഹിപ്പ് സൈസ് 38 ഓർക്കുക. അപ്പോൾ 38ൻ്റെ 4 പീസല്ലേ എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ 4 എത്ര നമ്മൾ നോക്കുന്നു. 38ൻ്റെ 4 എത്ര? 9.5. 9 4 36 അര. 9.5 വെറും 1 ഇഞ്ച് മാത്രം നമ്മൾ കൂട്ടുന്നു. അപ്പോൾ എത്ര? 9.1 10.5 ഇഞ്ചിലാണ് നമ്മൾ ഇവിടുത്തെ വണ്ണം എടുക്കുന്നത്. 10.5 ഇഞ്ച് കണ്ടല്ലോ നിങ്ങൾ. 10.5 ഇഞ്ചിൽ നമ്മൾ ഒരു അളവിട്ടു. ആ 10.5യിൽ തന്നെ കുറച്ച് താഴേന്നും 10.5യിൽ നമുക്കൊരു അളവ് കൊടുക്കാം. കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ വീതി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10.5 10.5 കിട്ടി. ഇനി നമ്മൾ ഈ ലെങ്താണ് നമ്മൾ നോക്കുന്നത്. ഈ ലെങ്ത് കാണാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ നമ്മുടെ 10.5യുടെ കൂട്ടത്തിൽ ഒരു 2.5 കൂട്ടുന്നു. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഹിപ്പ് സൈസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടുന്നോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 3 കൂട്ടിയാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത വണ്ണത്തിൻ്റെ കൂടെ, അതായത് ഈ വീതി എടുത്തില്ലേ, ഈ വീതിയുടെ കൂട്ടത്തിൽ 2.5 എക്സ്ട്രാ കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയായി? 10.5 2 12.5 13. അപ്പോൾ നമ്മൾ 13ൽ നമ്മളൊരു ലൈന് കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനുകളെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആദ്യം 10.5 എന്ന് പറയുന്ന ലൈനിനെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. 10.5 കൂട്ടിച്ചേർത്തു. ഇനിയും ഇവിടുന്ന് നമുക്ക് ഇത് കിട്ടിയത് എത്രയാണ്? ആ 13ൽ ഞാൻ ഒരു ലൈന് വരയ്ക്കുന്നു. കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഹിപ്പിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ച ആദ്യത്തെ ലൈന്. ഇത് ക്രോച്ച് ലെങ്ത് എടുത്തേക്കുന്ന 13. ഇത് നമ്മളുടെ ഇതേ ദൂരം തന്നെ. ഇനി നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഇവിടെ എടുക്കുന്ന വീതി അല്ലെങ്കിൽ ഈ അളവ് എത്ര എന്നുള്ളതാണ്. അത് നമുക്ക് 2.5 എടുക്കാം. ഒരു 36ൽ താഴെയാണെങ്കിൽ 2 മതി. 36ന് മേളിലേക്ക് നമുക്ക് 2.5 എടുക്കാം. ഒരു 40 41 42 വരെ എൻ്റെ അളവ് വരെയും നമുക്ക് എത്ര എടുത്താൽ മതി? 2.5 എടുത്താൽ മതി. 2.5യിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു. 2.5 എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ ഇറക്കുന്ന പോലെ കണ്ടമാനം ഇറക്കരുതേ. ഇങ്ങനെ ഒരു ഷേപ്പിന് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. നിങ്ങൾക്ക് സംഗതി സ്ട്രക്ചറെല്ലാം അറിയാമല്ലോ, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഇത് മൊത്തം നമ്മൾ അളന്ന് നോക്കുന്നു. മൊത്തം അളന്ന് നോക്കുമ്പോൾ എത്രയാണ്? 10.5 2.5 13 നമ്മൾ പറഞ്ഞേക്കുന്നേ അല്ലേ? ഈ 13ൻ്റെ പകുതി എത്രയാണ്? 6.5. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വരച്ച് നോക്കാം അല്ലേ? കൃത്യം 6.5 കാണാവോ? കാണാൻ പറ്റുന്നുണ്ടോ? 6.5യിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഇറക്കം നമ്മളിവിടെ മുമ്പ് വരച്ചിട്ടിട്ടുണ്ട്. 36 37 വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ. ഈ 36ലും നമ്മൾ എന്ത് ചെയ്യണം? മുമ്പേ കണ്ടെത്തിയ ഈ മിഡ് പോയിൻ്റ് എത്ര എന്നാ പറഞ്ഞേ? 6.5 അല്ലേ ഇത്? എന്നുകൊണ്ട് നോക്കിയേക്കാം. 6.5 നമ്മൾ ഈ കാലിൻ്റെ താഴെയും ആ മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നു. 6.5യിൽ നമ്മളൊരു പോയിൻ്റ് വരയ്ക്കുന്നു. നമ്മുടെ ആ കണങ്കാലിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ നോക്കുന്നു. 38കാർക്കെന്നോ 40കാർക്കെന്നോ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും കാലിൻ്റെ വണ്ണം പല ഷേപ്പിലല്ലേ, പല വലിപ്പത്തിലായിരിക്കുന്നത്. അപ്പോൾ ഒരു ആവറേജ് വണ്ണം നമുക്കൊരു 6.5 38 6.5 ധാരാളം മതിയായിരിക്കും. അല്ലെങ്കിൽ മാക്സിമം 7. നിങ്ങൾ 7 എടുത്തു. 7 എടുത്തിട്ട് ഞാൻ പിന്നെ തയ്യൽ തുമ്പിടുന്നില്ല. അപ്പം നിങ്ങൾക്ക് കയറ്റി തയ്ച്ചാൽ മതി. എങ്കിൽ നമുക്ക് 7 ആണെങ്കിൽ നമുക്ക് എത്ര വെച്ചെടുക്കണം? 7ൻ്റെ പകുതിയായ 3.5. ഈ നടുക്കത്തെ പോയിന്റിൽ നിന്ന് 3.5 ഇങ്ങോട്ടും 3.5 ഇങ്ങോട്ടും, അതായത് 7 ഇവിടെയും നമ്മൾ അടയാളപ്പെടുന്നു. ഒന്നുകൂടെ പറയാം. നമ്മുടെ മൊത്തം വണ്ണം എന്ന് പറയുന്നത് 7 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മിഡ് പോയിൻ്റ് കണ്ടിരിക്കുന്ന 6.5യിൽ വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3.5, ഇവിടെ 3.5, ഇവിടെ നിന്നും 3.5, അതായത് മൊത്തത്തിൽ 7 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് തുണി നേരെ ഇടാം. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ? ഇത് പിടികിട്ടിയോ എല്ലാ കാര്യങ്ങളും? ഇനി നമുക്ക്
നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ പോയിൻറ്റും ഈ കാലിൻ്റെ ഈ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വരയ്ക്കണം. ഒന്ന് സൂം ചെയ്യാവോ? കാണാൻ വേണ്ടി നീക്കിയിട്ടിട്ടുണ്ട്. നമുക്കിനിയും ചെയ്യേണ്ടത് നമ്മളുടെ ഈ അറ്റവും അല്ലേ ക്രോച്ചിൻ്റെ ഈ അറ്റവും ഈ കാലിന് വരച്ചിരിക്കുന്ന സൈഡും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പോവാം. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാം, നല്ല ഷേപ്പിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടില്ലേ മുട്ട് ഭാഗത്തെ വണ്ണം കൂടെ എടുത്തിട്ട് അതിനെയും കൂടെ കാണുക. ഇരിക്കുന്ന മിഡ് പോയിൻ്റില്ലേ, ഈ മിഡ് പോയിൻറ്റും കാലിന് കണ്ടിരിക്കുന്ന മിഡ് പോയിൻറ്റും തമ്മിൽ നമുക്കിങ്ങനെ ചേർത്തൊരു ലൈൻ വരയ്ക്കാം. ആവശ്യക്കാർക്ക് മതി, എല്ലാവർക്കും ഒന്നും വേണ്ട. കൊച്ചു പിള്ളേരൊക്കെ സെറ്റിന് നല്ല ഷേപ്പിലിരിക്കണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ മുട്ടിൻ്റെ വണ്ണം നോക്കും. മുട്ടിൻ്റെ വണ്ണം ലൂസ് ഇട്ട് നോക്കണം. അതൊരു 18 അല്ലെ 19 ആണെന്ന് സങ്കല്പിക്കുക. 19 വണ്ണം ഉണ്ടെന്ന് ഞാൻ ഇത് ഊഹം പറയുകയാണ്, കൃത്യമല്ല എനിക്ക്. 19 ഉണ്ടെങ്കിൽ 19ൻ്റെ പകുതി എത്രയാണ്? 9.5യുടെ പകുതിയാണ് നമുക്ക് വേണ്ടത്. 9.5യുടെ പകുതി എന്ന് പറയുമ്പം എത്ര വരും? 4.25 വരും. ആ 4.25 നമുക്ക് മിഡ് പോയിൻറ്റിൽ നിന്ന് വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. 4.25 ഈ കറക്റ്റ് ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും നമ്മൾ 4.25. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എത്ര മൊത്തം പറഞ്ഞേക്കുന്നത്? 9.5 എന്നല്ലേ പറഞ്ഞേ? 9.5. അപ്പം മൊത്തം 9.5. ഇത് കണ്ടോ, മൊത്തം 9.5 പകുതി വരുമ്പം 4.25. അപ്പം നമുക്കിങ്ങനെ ഒരു പോയിൻ്റ് കൂടെ വേണമെങ്കിൽ കണ്ടെത്തിയില്ലേലും നമ്മൾ ഇത് വരച്ച് വരുമ്പം കറക്റ്റായിരിക്കും. നമുക്കിനിയും ചെയ്യേണ്ടത്, നമുക്ക് ഈ ഭാഗം നമുക്ക് വലിയ ഷേപ്പിൽ വരയ്ക്കണം നിർബന്ധമില്ല. ഈ ഭാഗം നമുക്ക് നേരിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഈ കണ്ട ബിന്ദുക്കളെയൊക്കെ കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് വരും. സ്വല്പം പുറത്തോട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടം നേരിട്ട് നേരെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കയറ്റി വരയ്ക്കുക. പക്ഷേ ഈ കാലിൻ്റെ ഉൾവശം ഉണ്ട്, നമ്മുടെ തൊടയുടെ ഉൾവശമില്ലേ, ആ ഭാഗം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. ഇതല്ലേ നമ്മുടെ ഷേപ്പ് സ്കെയിൽ. അപ്പോൾ അത് ഈ പോയിൻ്റ് നിങ്ങൾ കാണുക. ഇനിയും നമ്മളിവിടെ വരച്ചിരിക്കുന്ന പോയിൻ്റ് കണ്ടോ നിങ്ങൾ, ഈ പോയിൻറ്റും ഇതും കൂടെ ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഒത്തിരി ഉള്ളിലോട്ട് പോകും. അല്ലെങ്കിൽ നമുക്കിത് രണ്ടിനും ചേർത്ത് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അതിനുശേഷം ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമ്മൾ വരയ്ക്കുന്നു. കണ്ടോ? അപ്പം നമ്മുടെ 3 പോയിൻറ്റും അറ്റാച്ച് ചെയ്ത് നമ്മൾ വരച്ചു. ഇനി ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റാം. കാര്യം ചെയ്തിട്ടുണ്ടേ. ഇനി ഇന്ന് പ്രശ്നമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. എനിക്ക് എൻ്റെ അളവ് 38 ഇഞ്ചല്ലല്ലോ. അപ്പോൾ ഞാൻ 38 ഇഞ്ചുകാർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കാണിച്ചെങ്കിലും ഞാൻ എൻ്റെ അളവ് വെച്ച് ഒന്നുകൂടെ സ്വല്പം മാറ്റി വരച്ചിട്ടുണ്ട്. കണ്ടോ? 41.5 42 ഹിപ്പ് സൈസ് വരത്തക്ക രീതിയിൽ ഞാൻ വരച്ചതാണ് നീല കളറിൽ കാണുന്നത്. എന്നിട്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് കേട്ടോ. 32 ബ്ലാക്ക് കളറിൽ മുഴുവൻ വരച്ചേക്കുന്നത്. എന്നിട്ട് ഞാനൊരു സ്വല്പം അങ്ങനെ ചെയ്തിട്ട് ബാക്കി പീസ് വെട്ടിയെടുക്കുവാണേ. നമുക്ക് കറക്റ്റായിട്ട് ആ വര ഒട്ടും തയ്യൽ തുമ്പിന് എക്സ്ട്രാ ഇടണ്ട. ഇത്രയും മാത്രം മതിയേ. അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ വെട്ടിയെടുക്കുന്ന പീസ് ഫ്രണ്ട് പീസാണ്, മറന്നു പോകരുത് ആരും. നമ്മൾ ഫ്രണ്ട് പീസ് ഇപ്പോൾ വെട്ടി എടുത്തു കഴിഞ്ഞു. അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അവിടെ ജോയിൻ്റ് ചെയ്തിരുന്നതല്ലേ, അത് വേർപെടുത്തി മാറ്റി. ഇനി നമ്മുടെ പണി ബാക്ക് പാർട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ നോക്കി, തുണി ഇങ്ങനെയല്ലേ കിടക്കുന്നേ, ഇതിനെ ഞാൻ നേരെ തിരിച്ചിടാൻ പോവാം. നോക്കിക്കേ, അങ്ങനെ തന്നെ എടുത്ത് തിരിച്ചിടുക. എന്തിനാ തിരിച്ചിട്ടെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് ആ പീസ് എടുത്ത് ഇവിടെ വെച്ചാൽ വെട്ടുന്നത്. അപ്പോൾ നല്ല ഇങ്ങനെ കയറി ഇറങ്ങിയൊന്നും അല്ല, അത് നേരെ കിടക്കും. തന്നെയുമല്ല, വേറൊരു ലാഭമുണ്ട്. എക്സ്ട്രാ അപ്പുറത്തോട്ട് കിട്ടുന്ന തുണി നമുക്ക് മിച്ചം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ നല്ല ലെവലായിട്ട് മുമ്പത്തെ പോലെ തന്നെ തിരിച്ചിട്ടു. മനസ്സിലായല്ലോ? മുമ്പ് ഇട്ട പോലെ തന്നെ തുണി ഇങ്ങോട്ട് തിരിച്ചിട്ടെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്ത് നമ്മൾ കൃത്യമായിട്ടും ഈ പീസിലോട്ട് ചേർത്ത് വെക്കുന്നു. ഇതിൻ്റെ ഈ സൈഡിലോട്ട് നമുക്ക് ചേർത്ത് വെക്കാം, കാരണം എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ഈ ബാക്ക് പാർട്ട് നമ്മളെടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ പടിയോട് ചേർത്ത് ഒരുപോലെ വെച്ചു. ഇത് കണ്ടോ? ഈ സൈഡ് നമ്മൾ ചേർത്ത് ഒരുപോലെ വെച്ചു. ഒരു പണി നമ്മൾ ചെയ്യണം. നമുക്ക് മുകളിലേക്ക് തുണി ഉണ്ടെങ്കിൽ 2 ഇഞ്ച് തുണി കൂടുതൽ നമുക്ക് വേണം. ബാക്ക് പാർട്ടിന് നമുക്ക്
അതെ, ബാക്ക് ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ടിന് നമുക്ക് 2 ഇഞ്ച് കൂടുതൽ വേണം. ഇവിടെ എനിക്ക് 2 ഇഞ്ച് എടുക്കാനില്ല, ഞാൻ 1.25 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് അത്ര ഉള്ളു ഇവിടെ തുണി. അല്ലെ ഞാനിത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഞാൻ വേറെ പീസ് വെച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് 1.25 ആവശ്യം, 2 കറക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. കണ്ടോ നിങ്ങൾ, ആ 1.25 ഞാനിവിടെ പ്രത്യേകം അളന്ന് അടയാളപ്പെടുത്തുന്നു. 1.25 ഇത് ശരിക്കും അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഈ തുണി തന്നെ വെച്ച് വെട്ടുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. 1.25 ഇഞ്ച് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. നിങ്ങൾ നോക്കിയാൽ ഈ ബ്ലാക്ക് ലൈൻ കാണുന്ന 38 ഇഞ്ചുകാരുടെ അളവാണ്. ആ 38 ഇഞ്ചിൽ നിന്നും കൃത്യം 2 ഇഞ്ച് മാറ്റി നമ്മൾ ഇങ്ങനെ ഓരോ അടയാളപ്പെടുത്തലുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. കൃത്യം 2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാറ്റി നമുക്ക് ഡോട്ടിട്ട് പോകാം. 2 ഇഞ്ച്. അതുപോലെ ഇത് നിങ്ങൾ നോക്കിക്കേ, ഈ നമ്മൾ വരച്ചേക്കുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നും എത്ര വേണം, 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. കണ്ടോ, അങ്ങനെ നമ്മൾ താഴേക്ക് നമുക്ക് കൃത്യം എല്ലായിടത്തും 2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. എല്ലായിടത്തും 2 ഇഞ്ച് കൊടുക്കുന്നു. കാലിൻ്റെ ഏറ്റവും അടിയിൽ വരുമ്പോൾ നമുക്ക് 2 എന്നുള്ളത് 1.5 ആക്കാം കേട്ടോ. ഏറ്റവും അടി വരുമ്പം നമുക്ക് 2 വേണ്ട, 1.5 ഇഞ്ച് മതി. അങ്ങനെ നമ്മൾ ഈ പോയിൻറ്റുകളെ എല്ലാം നമുക്കൊന്ന് കൂട്ടി ചേർക്കാം. നമുക്ക് ആ 2 ഇഞ്ച് വീതം ആ കറുത്ത ലൈൻ നമ്മൾ 38 ഇഞ്ചുകാർക്ക് വേണ്ടി വരച്ചിട്ടില്ലേ, അതിൽ നിന്ന് കൃത്യം 2 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തുക. ഈ നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയിൻറ്റുകളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു പണിയുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ എനിക്ക് അങ്ങോട്ടൊരു വൃത്തി തോന്നുന്നില്ല, കാരണം ഒന്നാമത്തെ കാര്യം കാണത്തില്ല നിങ്ങൾക്ക് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്ക് ഇതങ്ങ് വരയ്ക്കാം, സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാവേ. അതാ ഞാൻ ഈ പ്രിൻ്റഡ് തുണിയെ കാണിക്കാൻ മടിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ വരയ്ക്കണം. നമ്മുടെ ഫ്രണ്ട് ബാക്ക് പാർട്ട് എടുക്കുമ്പോൾ കേട്ടോ, വരച്ചിട്ട് ഇത് കണ്ടോ, ഈ ലൈൻ നമ്മൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എവിടം വരെ, ഈ 2.5 എക്സ്ട്രാ കൊടുത്തില്ലേ അവിടം വരെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുന്നു. ഇത്തിരി കയറ്റിയല്ല, ഈ ഷേപ്പ് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ എല്ലായിടത്തും ആയില്ലേ. ഈ 2 ഇഞ്ച് എന്ന് പറയുന്ന ഗ്യാപ്പ് എല്ലായിടത്തും ഫോം ചെയ്തു. ഇവിടെ നമ്മളൊന്നും ചെയ്യരുത്, ഇവിടെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇവിടെ ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ അളവ് തെറ്റാതെ നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു. ഇനി നമുക്കിത് മാറ്റാം. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ട്. നമ്മൾ സാധാരണ പോലെ എല്ലാം പറഞ്ഞെന്ന് വിട്ടത്. അതിനെ നമ്മുടെ വീണ്ടുമുള്ള ബാക്കി തുണി മുമ്പേ ഇട്ടതിൻ്റെ മറുവശം ഞാൻ തിരിച്ചിട്ടു. ഇവിടും നമുക്ക് എടുക്കാം. പിന്നെ അവിടെ ഇങ്ങനെ തുണി എക്സ്ട്രാ കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും തയ്ച്ച് കാണിക്കാനോ അല്ലെ ഇതിന് കാല് 3 ഇഞ്ച് വെച്ച് പിടിപ്പിക്കാൻ എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ തുണി മാക്സിമം ലുബ്ധിച്ചേ ചെയ്യത്തുള്ളൂ. അതെൻ്റെ ഒരു പ്രകൃതമാണ്. തുണി ബാക്കി കളഞ്ഞാലും വേണ്ടുകയില്ല, അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ഇതിനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എനിക്ക് ഇല്ലാത്ത കൊണ്ട് ഞാൻ 1.25 മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ വരയിൽ നിന്നും 2 ഇഞ്ച് എല്ലായിടത്തോട്ടും നമ്മളിങ്ങനെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി. ഏറ്റവും താഴെ മാത്രം വന്നപ്പം 1.5 ഇഞ്ച് മതി, കാരണം കാലിൻ്റെ ഇവിടെ 2 ഇഞ്ചിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ മാത്രം ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ആ ബിന്ദുക്കളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചു അല്ലേ. ഇവിടെ വന്നപ്പോഴും നിങ്ങൾക്ക് അത് നമ്മൾ എന്ത് ചെയ്തെന്നറിയാവോ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഈ വരയ്ക്ക് പകരം ഇവിടെയും വര വരച്ചു. ഈ വരയും നമുക്കുണ്ട്, ഇത് കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് വരച്ചു. ഇനി നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. നമുക്കിനി ഈ പാർട്ട് എടുക്കാം. ഈ പാർട്ട് എടുത്തിട്ട് ഈ ലൈനിലൂടെ ഈ കാണുന്ന ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രോച്ച് ഏരിയ ഇതല്ലേ. ഈ ക്രോച്ച് ഏരിയയിൽ നിന്ന് നമ്മളിവിടെ എക്സ്ട്രാ 2 ഇഞ്ച് എടുത്തിട്ടില്ലേ, ആ 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു ഷേപ്പിൽ വരയ്ക്കണം. ഇത് നിങ്ങൾ മാറിപ്പോകരുത്. ക്രോച്ച് ഏരിയയിലെ ഫുൾ 2 പറയുന്നിടത്തുനിന്ന് ഇതിൻ്റെ തുണി ഇവിടെ വരെയല്ല ഉള്ളൂ. 2 ഇഞ്ച് നമ്മൾ വെട്ടി വെച്ചേക്കുന്നത് കയറ്റി വെക്കാം. ഇതാ വരാം. അപ്പം ഇവിടെ നിന്ന് ഈ 2 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് 1.25 ഉള്ള സാരമില്ല,
അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ചെരിച്ചൊരു ലൈൻ വരയ്ക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സൈസിൽ പാൻറ്റ് തയ്ക്കുമ്പം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ തയ്ച്ച സ്ട്രെയിറ്റ് പാൻറ്റിലെ അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത ഒരു പണിയാണേ. ഓർത്തോണേ, ഇതുകൊണ്ട് സത്യത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനകത്ത് കൊണ്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ പിടി കിട്ടും. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ 2 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഈ എക്സ്ട്രാ നമ്മൾ തുണി കട്ട് ചെയ്ത് കളയും കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓർത്തണം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാസ്റ്റ് പാൻറ്റ് കെട്ടുന്നത്. അപ്പം നമ്മൾ 2 പീസും ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്, ഇത് ബാക്ക് വലിപ്പമുള്ളത് ബാക്ക് പാർട്ട്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മുടെ പുറകിൽ നിന്നല്ലേ നമുക്ക് വണ്ണം തുണിക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ എക്സ്ട്രാ 2 പീസ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ തുണിയുണ്ട്, കൊടുക്കണം. ഇഷ്ടം പോലെ തുണിയുണ്ട്. ഇത് കണ്ടോ, നമുക്ക് കാലിൻ്റെ അടിയിൽ ഒരു 3 ഇഞ്ച് വീതിയിൽ നമുക്ക് തുണി മടക്കി അടിക്കാനായിട്ട് ഇഷ്ടം പോലെ തുണിയുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടുമുണ്ട്. അപ്പം നമുക്കത് ഈ തുണി എടുക്കുക. അപ്പോൾ 2 മീറ്റർ ക്ലോത്ത് എടുത്താലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അഥവാ നമുക്ക് പടി അത് പോരാ എങ്കിൽ ഇതിന് കണ്ടിച്ച് നമുക്ക് കട്ട് ചെയ്ത്, ഇത് കണ്ടോ ഇവിടെ ഇതല്ലേ ഇഷ്ടം പോലെ വേണമെങ്കിലും നമുക്ക് ഇലാസ്റ്റിക്കിൽ പടി പിടിപ്പിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പുള്ളി ഉള്ള പ്രിൻ്റുള്ള തുണി ആയതുകൊണ്ട് എനിക്ക് എന്നത്തെ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. നിങ്ങൾ സഹകരിക്കുക, അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാനാ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കേട്ടോ. ഓക്കേ, അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് കാണാം.